നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരം ഓട്ടോ ഡ്രൈവറുടെ കൊലപാതകം, പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. കഴുത്തിനും തലയുടെ പിൻഭാഗത്തും ആഴത്തിലുള്ള വെട്ടേറ്റതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊലപാതകത്തെക്കുറിച്ച് കർണാടക പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ 58ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. ഫോർട്ട് വിഹാർ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടന്നത്. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ, മണപ്പുറം ഫൗണ്ടേഷൻ എന്നിവയുടെ സാമ്പത്തിക സഹകരണത്തോടെ കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തീകരിച്ച സ്നേഹഭവനം ഉദ്ഘാടനം നടന്നു. പാചകവാതക വില വർധനവ് NCPS അടുപ്പുകൂട്ടി പ്രതിഷേധ സമരം നടത്തി. NCPS സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നടത്തിയ സമരം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾക്കുള്ള പുരസ്കാര വിതരണം നടന്നു. ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം നേടിയ ആവണി ആവൂസിനെ അനുമോദിച്ചു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുഴലിക്കാറ്റ് പ്രതിരോധ തയ്യാറെടുപ്പുകളുടെ ഭാഗമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. മോക്ക് ഡ്രിൽ ആണെന്നറിയാതെ കൊട്ടോടിയിലെത്തിയവർ ആദ്യം ഒന്ന് ഭയന്നു. വിഷു വിപണിയിൽ മികച്ച കളക്ഷൻസുമായി ശോഭിക വെഡിങ്സ് കാഞ്ഞങ്ങാട്. വിഷു തിരക്കിലമർന്ന് ശോഭിക. വസ്ത്രങ്ങൾ എടുക്കാൻ എത്തുന്നവരെ ചായയും പലഹാരവുമായി വരവേൽക്കുകയാണ് ശോഭിക. വാർത്തകൾ വിശദമായി. മഞ്ചേശ്വരം ഓട്ടോ ഡ്രൈവറുടെ കൊലപാതകം, പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. കഴുത്തിനും തലയുടെ പിൻഭാഗത്തും ആഴത്തിലുള്ള വെട്ടേറ്റതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊലപാതകത്തെക്കുറിച്ച് കർണാടക പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മഞ്ചേശ്വരം കുഞ്ചത്തൂർ അടുക്കപ്പള്ളയിൽ ആൾമറയില്ലാത്ത കിണറ്റിനകത്ത് ഓട്ടോ ഡ്രൈവറെ മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവം പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കഴുത്തിനും തലയുടെ പിൻഭാഗത്തും ആഴത്തിൽ വെട്ടേറ്റതാണ് മരണകാരണമെന്ന പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. കർണാടക മുൽക്കി കൊളനാട് സ്വദേശിയും മംഗളൂരുവിലെ ഓട്ടോ ഡ്രൈവറുമായ മുഹമ്മദ് ഷരീഫിനെ വ്യാഴാഴ്ച രാത്രിയോടെയാണ് മാഞ്ഞിഗുണ്ടയിലെ ആൾമറയില്ലാത്ത കിണറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. കിണറ്റിനരികിൽ ചോര പറ്റിയ തുണികളും ചെരുപ്പും കണ്ടെത്തിയിരുന്നു. വെള്ളിയാഴ്ച രാവിലെ പുറത്തെടുത്ത മൃതദേഹത്തിൽ വെട്ടേറ്റ മുറിവുകൾ കണ്ടെത്തിയിരുന്നു. കൊലയാളികളെ കണ്ടെത്തുന്നതിനായി നിരവധി പേരെയാണ് ചോദ്യം ചെയ്തത്. ബുധനാഴ്ച രാത്രി മംഗളൂരുവിൽ നിന്ന് 3 പേർ മുഹമ്മദ് ഷരീഫിന്റെ ഓട്ടോയിൽ കയറുന്നത് കണ്ടിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവരെ കണ്ടെത്തുന്നതിനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. മംഗളൂരു മുതൽ മഞ്ചേശ്വരം വരെ റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഈ കുഞ്ചത്തൂരിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, നിരന്തരമായി നടക്കുന്ന ഈ കൊലപാതകത്തിന് ഒരു അവസാനം വേണം. ഇവിടെ ഈ കുന്നുപ്രദേശങ്ങളിൽ വളരെയധികം ഇസ്ബെട്ട് കളിയും അതുപോലെ തന്നെ ജൂഡാട്ടവും അതുപോലെയുള്ള കളികളാണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ പേരിൽ നടക്കുന്ന ഈ കൊലപാതകങ്ങൾ ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. തീർച്ചയായും കർശനമായ നടപടി ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ ഇതിനെ കൃത്യമായി പഠിച്ചുകൊണ്ട് ഇതിന് കൃത്യമായ നടപടിയെടുക്കേണ്ടതുണ്ട്. ഒരു പാവപ്പെട്ട നിരപരാധി ഓട്ടോ ഡ്രൈവറെ ഇവിടെ കൊണ്ടുവന്ന് ദാരുണമായി കൊല ചെയ്ത രീതിയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഞ്ചത്തൂരിൻ്റെ ഉള്ളുപ്രദേശമായ മാലിംഗേശ്വര, അതുപോലെ തന്നെ അടുക്ക, ഇങ്ങനെയുള്ള പല പ്രദേശങ്ങളിലും ഒരുപാട് ഈ ഇസ്ബെട്ട് കളിയുടെ പ്രദേശങ്ങളാണ്. ഇത് ഉള്ളുപ്രദേശമായത് ഇവിടെ ഇസ്ബെട്ട് കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥലത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ടായവരാകാം കൊലപാതകത്തിനു പിന്നിലെന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. പ്രദേശത്തെ ചൂതാട്ട സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കൊലപാതകത്തെക്കുറിച്ച് കർണാടക പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ 58ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. ഫോർട്ട് വിഹാർ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടന്നത്. കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് സമാപനമായി. ഫോർട്ട് വിഹാർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന അംഗം പ്രദീപ് കുമാർ PP ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ പോരായ്മകൾ നേട്ടവും കോട്ടവും ഒക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ട് ഇനി വരാനുള്ള കാലങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്ന തരത്തിലുള്ള ക്യാമ്പയിനുകളും അതുപോലത്തെ പ്രവർത്തനങ്ങളും തീരുമാനിക്കേണ്ട ഒരു വേദിയാണ് ഇന്നത്തെ ഈ സമ്മേളന വേദി എന്ന് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലെ KGDയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഡ്രൈവർമാർ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. K. ശ്രീനിവാസൻ അനുശോചനം രേഖപ്പെടുത്തി.
കാസർഗോഡ് ജില്ലാ സമിതി പ്രസിഡന്റ് ശശികുമാർ PP അധ്യക്ഷത വഹിച്ചു. രാജേഷ് PV സ്വാഗതം പറഞ്ഞു. PK ബിജു ഉപഹാര വിതരണവും സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ബൈജു വരവ് ചിലവ് കണക്ക് അവതരിപ്പിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ജയരാജൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ, മണപ്പുറം ഫൗണ്ടേഷൻ എന്നിവയുടെ സാമ്പത്തിക സഹകരണത്തോടെ കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തീകരിച്ച സ്നേഹഭവനം ഉദ്ഘാടനം നടന്നു. വെള്ളിക്കോത്ത് വെള്ളൂർ വയൽ സ്വദേശി ശ്രീമതി ഇന്ദുവിന് താക്കോൽ കൈമാറിക്കൊണ്ട് ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 ഗവർണർ KV രാമചന്ദ്രൻ നിർവഹിച്ചു. വേലാശ്വരത്തിനടുത്ത് പാണംതോട് എന്ന സ്ഥലത്ത് പണി കഴിപ്പിച്ച വീടിന് ഏകദേശം 8 ലക്ഷത്തോളം നിർമ്മാണ ചെലവ് വന്നു. സ്നേഹഭവനത്തിന്റെ ഉദ്ഘാടനം ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 ഗവർണർ KV രാമചന്ദ്രൻ നിർവഹിച്ചു. ഇങ്ങനെ ഇത്ര ഒരു ക്ലബ്ബ് മുഖാന്തരം ചെയ്യുമ്പോൾ പറ്റില്ല. ഇത് നല്ലൊരു കൂട്ടായ്മയായി കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ്ബ്, അതിൻ്റെ പ്രവർത്തകരും അതിന് മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ നല്ല രീതിയിൽ മനസ്സ് വെച്ചുകൊണ്ട് മാത്രം സംഭവിച്ച ഒരു വിജയമാണിത്. കാരണം എത്ര പെട്ടെന്ന് എഞ്ചിനീയർ ബിജുവും അതിൻ്റെ പിന്നിലുണ്ടെന്നുണ്ട് ഒരു സംശയമില്ല. അപ്പോൾ അത്രയും നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഇത്ര നല്ല സുന്ദരമായൊരു വീട് നിങ്ങൾക്ക്, ഒരു മനുഷ്യൻ്റെ ഏറ്റവും ആവശ്യം ഭക്ഷണം കഴിഞ്ഞാൽ വസ്ത്രവും പാർപ്പിടവും ഒക്കെ. പാർപ്പിടത്തിൽ നമുക്ക് സ്വന്തമായൊരു പാർപ്പിടം കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളപ്പോൾ അല്ലെ മറ്റുള്ള സപ്പോർട്ടൊന്നും ആരുടെ ഇല്ലാത്ത സമയത്ത് ഇങ്ങനൊരു ഭവനം കാഞ്ഞങ്ങാട് ക്ലബ്ബ് ഇവിടെ നിർമ്മിച്ച് അതിന് അർഹതപ്പെട്ട ആൾക്കാർക്ക് തന്നെ കൈമാറാൻ ഒരവസരം സൃഷ്ടിച്ചത് തന്നെ ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഈ ലയൺസ് പ്രസ്ഥാനം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുന്ന ഒരു സംഘടനയാണ്. സന്നദ്ധ സേവന പ്രവർത്തന രംഗത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയായ നമ്മുടെ ലയൺസ് പ്രസ്ഥാനം ഇന്ന് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ ക്ലബിൻ്റെ നായകന്മാരായ മുന്നേറിയിരിക്കുന്ന ആൾക്കാരും എല്ലാവരും നമ്മളെ ഏറ്റവും പ്രിയങ്കരനായ ആൾക്കാരൊക്കെ നമ്മൾ ഒരാളുടെ പേരെടുത്ത് പറയുന്നില്ല, അതേപോലെ നമ്മളെ കൂടെ ഇരിക്കുന്ന എല്ലാവരും വളരെ കൈ മറന്നുകൊണ്ട് സഹകരിച്ചുകൊണ്ട് മാത്രമാണ് ഇത്ര പെട്ടെന്ന് സഹകരിക്കാൻ പറ്റുന്നത്. അത് നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇൻ്റർനാഷണൽ തലത്തിനൊക്കെ ചെറിയൊരു സഹായം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതിന് ഞാൻ വളരെ സന്തുഷ്ടവാനാണ്. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു വീട് തുടങ്ങുമ്പോൾ തന്നെ എന്നോട് സാറും ടൈറ്റസൊക്കെ പറഞ്ഞത് നമ്മൾ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ ഞാനും ശ്രമിക്കാം. അപ്പോൾ എന്തോ നല്ല കാര്യത്തിന് കഴിഞ്ഞ മാസം നമുക്ക് അതിനൊരു ചെറിയ ഫണ്ട് പാസ്സായി. അപ്പോൾ ഫസ്റ്റിൽ ഞാൻ ഈ ഫണ്ട് ഇവർക്ക് നൽകിക്കൊണ്ടാണ് എനിക്ക് അത് ഉദ്ഘാടനം തന്നെ ചെയ്തത്. വീട്ടുമുറ്റത്ത് സംഘടിപ്പിച്ച ഉദ്ഘാടന യോഗത്തിൽ കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് പ്രസിഡന്റ് ശ്യാം പ്രസാദ് പുറമങ്കര അധ്യക്ഷത വഹിച്ചു. സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടൈറ്റസ് തോമസ്, മുൻ ഡിസ്ട്രിക്ട് ഗവർണർ K. ശ്രീനിവാസ് ഷേനായി, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറിമാരായ ഗംഗാധരൻ പലേരി, ഷാജി ജോസഫ്, പ്രിൻസിപ്പൽ സെക്രട്ടറി സിദ്ധാർത്ഥൻ വണ്ണാറത്ത്, എക്സിക്യൂട്ടീവ് പ്രിൻസിപ്പൽ സെക്രട്ടറി K. ഗോപി, ജില്ലാ സെക്രട്ടറി K. സുകുമാരൻ നായർ, സോൺ റീജിയൻ ചെയർമാൻമാർ, കാഞ്ഞങ്ങാട് ലയൺസ് മുൻ പ്രസിഡന്റുമാർ, വീട് നിർമ്മാണം ഏറ്റെടുത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കിയ സിവിൽ എഞ്ചിനീയർ ബിജു കൃഷ്ണൻ, മറ്റ് ലയൺസ് ക്ലബ് നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ക്ലബ് മുൻ പ്രസിഡന്റ് PV രാജേഷ് സ്വാഗതവും ഗുണഭോക്താവ് ഇന്ദു, ക്ലബ് മുൻ പ്രസിഡന്റ് V. സജിത് എന്നിവർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് 2024-25 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിൽ സ്ഥാപിച്ച വാട്ടർ പ്യൂരിഫയർ യൂണിറ്റ് തുടങ്ങിയവയുടെ ഉദ്ഘാടനം ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പാചകവാതക വിലവർദ്ധനവ് NCPS അടുപ്പുകൂട്ടി പ്രതിഷേധ സമരം നടത്തി. NCPS സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നടത്തിയ സമരം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര ഉദ്ഘാടനം ചെയ്തു.
കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു NCPS കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ അടുപ്പുകൂട്ടി പ്രതിഷേധ സമരം നടത്തിയത്. NCPS സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നടത്തിയ സമരം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, 10 വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ രാജ്യം ഭരിക്കുമ്പോൾ 400 താഴെയായിരുന്നു പാചകവാതകത്തിന്റെ ഒരു സിലിണ്ടറിന്റെ വില. ഇന്ന് 900-ന്റെ മുകളിൽ എത്തി നിൽക്കുകയാണ്. 10 വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാക്കിയ നേട്ടമെന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് കോർപ്പറേറ്റുകളെ വളർത്താൻ വേണ്ടിയുള്ള പരിപാടികളുമായാണ് മുന്നോട്ട് പോകുന്നത്. അധികാരത്തിൽ എത്തിയതു മുതൽ മേഖലയിലും വിലകൾ കൂട്ടിയും കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ചും ജനദ്രോഹ നടപടികൾ തുടരുന്ന BJP കേരളത്തിന്റെ മതേതര അന്തരീക്ഷം തകർക്കുന്ന സമീപനവും സ്വീകരിക്കുകയാണെന്ന് ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര പറഞ്ഞു. ജില്ലാ ട്രഷറർ ബെന്നി നഗമറ്റം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി C. ബാലൻ, OK. ബാലകൃഷ്ണൻ, സുബൈർ പടുപ്പ്, ലിജോ സെബാസ്റ്റ്യൻ, ഖദീജ മൊഗ്രാൽ, രമ്യ കാഞ്ഞങ്ങാട് എന്നിവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഉദിനൂർ സുകുമാരൻ സ്വാഗതവും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് രാഹുൽ നിലാങ്കര നന്ദിയും പറഞ്ഞു. MTP ഹാരിസ്, സമീർ അണങ്കൂർ, നാസർ പള്ളം, അഖിൽ മുളിയാർ, AV ചന്ദ്രൻ, സീനത്ത് സതീശൻ, N. ഷമീമ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾക്കുള്ള പുരസ്കാര വിതരണം നടന്നു. ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം നേടിയ ആവണി ആവൂസിനെ അനുമോദിച്ചു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ വിഷു ആഘോഷ ലഹരിയിലാണ് നാടും നഗരവും. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം വിഷു ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. സുകുമാരൻ പെരിയച്ചൂർ വിഷു സന്ദേശം നൽകി. സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം നേടിയ ആവണി ആവൂസ് 65 വയസ്സിൽ MA പാസ്സായ K. ബാലകൃഷ്ണൻ മാവുങ്കാൽ, മലയാളം ടുഡേ MD C. ഷംസുദ്ദീൻ പാലക്കി, EV ജയകൃഷ്ണൻ, MK റഷീദ് ഹാജി എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. നമ്മുടെ കുട്ടികളുടെ ശീലങ്ങളാണ്. ശീലങ്ങൾ എന്ന് പറഞ്ഞാല് എത്രത്തോളം വരുന്നിട്ടുണ്ടെന്ന് പണ്ടൊക്കെ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ ഹോസ്റ്റൽ റീഡ് ചെയ്താൽ മാക്സിമം കിട്ടാവുന്ന കാര്യങ്ങൾ എന്താ? പണ്ടൊക്കെ പഠിക്കുക, കുട്ടികൾ വീഡിയോ കാണുന്നുണ്ടാവും, അത് പിടിക്കും. ഇപ്പോഴതല്ല, ഏത് റൂമിൽ കയറിയാലും നമുക്കറിയാം നമ്മുടെ മുമ്പിലുണ്ട് കഞ്ചാവ് പിടിച്ചു, MDMA പിടിച്ചു. ഇതൊക്കെയാണെന്നോ എല്ലാ കുട്ടികളെ അപമാനിക്കാൻ വേണ്ടി പറയുന്നതല്ല, അതിലൊരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് TK നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഫസൽ റഹ്മാൻ നന്ദി പറഞ്ഞു. ചടങ്ങിൽ അംഗങ്ങൾക്കുള്ള വിഷുക്കിറ്റും വിഷു കൈനീട്ടവും നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിഷു വിപണിയിൽ മികച്ച കളക്ഷൻസുമായി ശോഭിക വെഡിങ്സ് കാഞ്ഞങ്ങാട്. വിഷു തിരക്കിലമർന്ന ശോഭിക വസ്ത്രങ്ങൾ എടുക്കാൻ എത്തുന്നവരെ ചായയും പലഹാരവുമായി വരവേൽക്കുകയാണ് ശോഭിക. ശോഭിക വെഡ്ഡിങ്സ് വിഷു തിരക്കിലാണ്. വിഷുവിന് വൈവിധ്യമാർന്ന വസ്ത്ര കളക്ഷൻസ് ആണ് ശോഭികയിൽ ഒരുങ്ങിയിട്ടുള്ളത്. വ്യത്യസ്ത തരത്തിലും നിറത്തിലുമുള്ള വൈവിധ്യമാർന്ന വസ്ത്രങ്ങളാണ് ശോഭിക ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളതെന്ന് വസ്ത്രങ്ങൾ എടുക്കാൻ എത്തുന്ന ഉപഭോക്താക്കൾ പറയുന്നു. ഇവിടെ തന്നെയാണ് അധികം പർച്ചേസ് ചെയ്യുക. വെഡിങ്ങിനെല്ലാം ഇവിടെ തന്നെ എടുത്തിന്. വിഷു നല്ല കളക്ഷൻ ഉണ്ട്. വസ്ത്രങ്ങൾ എടുക്കാൻ എത്തുന്നവർക്ക് ചായയും പലഹാരവും നൽകിയാണ് ശോഭിക ഉപഭോക്താക്കളെ സ്വീകരിക്കുന്നത്. ഇത് ഏറെ വ്യത്യസ്തകരമാണെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. നല്ല സൂപ്പർ നല്ല ഇതെല്ലാം തന്നെ. എല്ലാരും പൈതാകാൻ ഒരുമാതിരി തീരുന്നതും നല്ല ഇതന്നെ. നാടും നഗരവും വിഷു ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ ശോഭികയിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുഴലിക്കാറ്റ് പ്രതിരോധ തയ്യാറെടുപ്പുകളുടെ ഭാഗമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. മോക്ക് ഡ്രിൽ ആണെന്നറിയാതെ കൊട്ടോടിയിലെത്തിയവർ ആദ്യമൊന്ന് ഭയന്നു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമെന്നും കനത്ത മഴയിൽ കൊട്ടോടി പുഴ കരകവിഞ്ഞ് ഒഴുകാനും ശക്തമായ ചുഴലിക്കാറ്റ് വീശാനും സാധ്യതയുള്ളതിനാലും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. തുടർന്ന് പ്രദേശവാസികൾ തിരിച്ചറിയൽ രേഖകളും എടുത്ത് കൊട്ടോടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ ക്യാമ്പിലേക്ക് മാറണമെന്നും നിർദ്ദേശം.
തൊട്ടുപുറകെ വിവരമറിഞ്ഞ് പോലീസ്, ആംബുലൻസ്, അഗ്നിരക്ഷാസേന, വാഹനങ്ങൾ, മെഡിക്കൽ സംഘം തുടങ്ങിയവ കൊട്ടോടിയിലേക്ക് ഇരച്ചെത്തുന്നു. പോലീസും അഗ്നിരക്ഷാസേനയും സിവിൽ ഡിഫൻസ് അംഗങ്ങളും വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റുന്നതടക്കമുള്ള രക്ഷാപ്രവർത്തനത്തിനിറങ്ങുന്നു. വിവരമൊന്നും അറിയാതെ കൊട്ടോടിയിൽ എത്തിയവർ ഇതൊക്കെ കണ്ട് ആദ്യമൊന്നു ഭയന്നു. പിന്നീട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുഴലിക്കാറ്റ് പ്രതിരോധ തയ്യാറെടുപ്പുകളുടെ ഭാഗമായുള്ള മോക്ക് ഡ്രില്ലാണെന്നറിഞ്ഞതോടെ അവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. വെള്ളിയാഴ്ച രാവിലെ 8 മണിയോടെയാണ് കൊട്ടോടിയിൽ മോക്ക് ഡ്രിൽ തുടങ്ങിയത്. ഉച്ചയ്ക്ക് 12 മണിയോടെ സമാപിച്ചു. എല്ലാവരുടെയും ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. മറ്റ് എല്ലാ കാര്യങ്ങളിലും ഫയർഫോഴ്സ് ആണെങ്കിലും തക്ക സമയത്ത് നമ്മുടെ ദുരന്ത നിവാരണ സേനാംഗങ്ങൾ എല്ലാവരും തന്നെ എല്ലാവരുടെയും നല്ല ഒത്തൊരുമയോടും കൂട്ടായ്മയോടും കൂടിയുള്ള പ്രവർത്തനം കൊണ്ട് നമുക്ക് ഈ ഒരു റെയിൽ പരിപാടി നല്ല രീതിയിൽ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. മറ്റ് എല്ലാവിധ അപകടങ്ങളിൽ നിന്നും തന്നെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ പോകാൻ സാധിച്ചു എന്ന് മാത്രം പറയുന്നു. റവന്യൂ അധികൃതർ, കളാർ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, രാജപുരം പോലീസ്, അഗ്നിരക്ഷാ സേനാംഗങ്ങൾ, ഡോക്ടർമാർ അടക്കമുള്ള മെഡിക്കൽ സംഘം, സിവിൽ ഡിഫൻസ് അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജപുരം. മാവുങ്കാൽ മഞ്ഞും പൊതിക്കുന്ന വീരമാരുതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഹനുമാൻ ജയന്തിയോടനുബന്ധിച്ച് ആധ്യാത്മിക സദസ്സും സംഘടിപ്പിച്ചു. ആധ്യാത്മിക സദസ്സിൽ സ്വാമി ഗുരുരത്നം മുഖ്യപ്രഭാഷണം നടത്തി. ആത്മീയ സംസ്കാരത്തിലൂടെ മാത്രമേ ആധുനിക തലമുറ ഇന്ന് ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ലഹരി പോലുള്ള പ്രതിസന്ധികളെ മറികടക്കാനാവൂ എന്നും ലഹരിക്കടിമപ്പെട്ട് മാതാപിതാക്കളെയും കുടുംബത്തെയും വിട്ടുപോകുന്നവരെ മാനുഷിക മൂല്യങ്ങൾ പകർന്നു നൽകി തിരികെ സാമൂഹിക ജീവിതത്തിലേക്ക് എത്തിക്കുന്നതിന് നമ്മുടെ ആത്മീയ രംഗത്തിലൂടെ കഴിയണമെന്നും ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി ദൈവത്തെ അറിയുവാനും ആത്മീയ സംസ്കാരം നേടിയെടുക്കുവാനും കഴിയുന്ന സ്ഥലങ്ങളായി നമ്മുടെ ആരാധനാലയങ്ങൾ മാറണം. ദൈവത്തിന്റെ ഇംഗിതം നടപ്പാക്കുന്നതിന് നിയുക്തപ്പെട്ടതാണ് ഭക്തിയും വിശ്വാസവും ആത്മാർത്ഥതയും ഒത്തുചേർന്ന തപോവനങ്ങളും ഈശ്വരാലയങ്ങളും. പൂർവ്വസൂരികളായ ആളുകളുടെ പ്രാർത്ഥനയുടെയും ആത്മീയ ദർശനങ്ങളുടെയും ഫലങ്ങളാണ് നമ്മുടെ ക്ഷേത്ര പാരമ്പര്യമെന്നും സ്വാമി പറഞ്ഞു. ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തു നിന്ന് മഹത്തായ ഒരു വിഗ്രഹം കണ്ടെത്തുകയുണ്ട്. അതിനെ തുടർന്നാണ് ഇവിടെ പ്രതിഷ്ഠ ഉൾപ്പെടെയുള്ള കാര്യം നടന്നത്. പ്രാചീനമായി പുരാതനമായി ദൈവത്തിൻ്റെ വലിയ സങ്കല്പങ്ങൾ ഉദയം ചെയ്ത ഈ ഇടം സമീപകാല ഭാവിയിൽ തന്നെ ഈ പ്രദേശത്തെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി മാറുമെന്നതിൽ യാതൊരു സംശയവും. കാസർഗോഡ് മഞ്ഞംപൊതി ശ്രീ വീരമാരുതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും ഹനുമൻ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ആത്മീയ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വ്യവസ്ഥാപിതമായ ധാർമ്മിക വിദ്യാഭ്യാസം ആർജിക്കുന്നതിലൂടെ കുടുംബത്തിൽ നിന്ന് ആരംഭിച്ച് സമൂഹത്തിനാകെ വെളിച്ചം പകരാനുതകുന്ന സംവിധാനമാണ് സമസ്ത മദ്രസ സംവിധാനമെന്ന് AKM അഷ്റഫ് MLA. പൂച്ചക്കാട് റൗളത്തുൽ ഉലും മദ്രസയിൽ നിന്നും 5 മുതൽ 8 വരെ ക്ലാസുകളിൽ നിന്നും ടോപ്പ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പൂച്ചക്കാട് ശാഖ മുസ്ലിം ലീഗിന്റെ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യവസ്ഥാപിതമായ ധാർമ്മിക വിദ്യാഭ്യാസം ആർജിക്കുന്നതിലൂടെ കുടുംബത്തിൽ നിന്ന് ആരംഭിച്ച് സമൂഹത്തിന് ആകെ വെളിച്ചം പകരാനുതകുന്ന സംവിധാനമാണ് സമസ്ത മദ്രസ സംവിധാനമെന്ന് AKM അഷ്റഫ് MLA. പൂച്ചക്കാട് റൗളത്തുൽ ഉലും മദ്രസയിൽ നിന്നും 5 മുതൽ 8 വരെ ക്ലാസുകളിൽ നിന്നും ടോപ്പ് പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പൂച്ചക്കാട് ശാഖ മുസ്ലിം ലീഗിന്റെ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാതിരാത്രി വരെ നടക്കുന്ന പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത് മുസ്ലിം ലീഗിന്റെ 5 എംപിമാരുടെ സാന്നിധ്യം എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 16 കോഴിക്കോട് റാലി സംഘടിപ്പിക്കുമ്പോൾ ഇന്നലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകൻ സുപ്രീം കോടതിയിലെ കപിൽ സിബലുമായി ഒപ്പുവെച്ച് നമ്മൾ കോടതിയിൽ പൗരത്വ ഭേദഗതിയിൽ എങ്ങനെയാണ് കോടതിയിൽ നേരിട്ടത്, അതേപോലെ നമ്മൾ ഒരു ഭാഗത്ത് കോടതിയിലേക്ക് പോവുകയാണ്. ശാഖ മുസ്ലിം ലീഗ് പ്രസിഡന്റ് മാളികയിൽ കുഞ്ഞബ്ദുള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അസൈനാർ പൂച്ചക്കാട് സ്വാഗതം പറഞ്ഞു. ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് KEA ബക്കർ മുഖ്യപ്രഭാഷണം നടത്തി. സിദ്ദീഖ് പള്ളിപ്പുഴ, TP കുഞ്ഞബ്ദുള്ള, ഷാഫി മൗവൽ, ഖാദർ, മാഹിൻ പൂച്ചക്കാട്, KC ഷാഫി, അബ്ബാസ് മഠം, കോയ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു.
സമസ്ത മദ്രസയിലെ ടോപ്പ്ലസ് നേടിയ 5 മുതൽ 8 വരെ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾക്ക് AKM അഷ്റഫ് MLA ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. KC ഷാഫി വിജയികൾക്കുള്ള നോട്ടുമാലകൾ അണിയിച്ചു. മദ്രസ അധ്യാപകരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നെഗറ്റീവ് ലഹരിക്കെതിരെ മാസ് ക്യാമ്പയിൻ തുടക്കമിട്ട് പയ്യങ്കി അൽമദാർ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി. ഇൻസാനിയത്ത് എന്ന പേരിൽ നടന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിച്ചു. നാടിനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ പോരാട്ടം പ്രഖ്യാപിച്ചുള്ള മാസ് ക്യാമ്പയിനാണ് ചെറുവത്തൂർ കൈതക്കാട് പയ്യങ്കി അൽമദാർ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തുടക്കമിട്ടത്. മാസ് ക്യാമ്പയിന്റെ തുടർച്ചയായി നാട്ടിൽ നിന്നും ലഹരിയെ തൂത്തെറിയാനുള്ള പ്രവർത്തനങ്ങളിൽ സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ സംഘടനകളെയും ജനപ്രതിനിധികളെയും ഒരുമിച്ച് ചേർത്ത് ലഹരി വിരുദ്ധ സേന രൂപീകരിക്കുവാനും പുതുതലമുറയ്ക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാനും ചാരിറ്റബിൾ സൊസൈറ്റി നേതൃത്വം തീരുമാനിച്ചു. പയ്യങ്കി ജംഗ്ഷനിൽ ഇൻസാനിയത്ത് എന്ന പേരിൽ നടന്ന മാസ് ക്യാമ്പയിൻ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രസംഗത്തിന്റെ കണ്ടന്റ്സ് ഒരു 10 പേർക്കെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹമായിരിക്കും എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം, ഇന്ന് 6236 6666 രണ്ട് തർക്കമുണ്ട്. എന്തായാലും ആയത്തുകളുള്ള ഖുർആൻ, ആ ഖുർആന്റെ ഓരോ ആയത്തുകളും ഓരോ സൂറത്തും നൂറാണ്. മനുഷ്യൻ ജനിക്കുന്നതും തൊട്ട് മനുഷ്യൻ മരിക്കുന്നവരെയുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു മഹത് ഗ്രന്ഥമാണ് ഖുർആൻ. ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് VK മുഹമ്മദ് റഫീഖ് ഹാജി അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. M രാജഗോപാലൻ MLA ഭവന നിർമ്മാണ ധനസഹായ വിതരണം നടത്തി. STP ജമാലുദ്ദീൻ വിഷയാവതരണം നടത്തി. വിവിധ മേഖലയിലുള്ളവരെ ആദരിച്ചു. അൽമദാർ മുൻ പ്രസിഡന്റ് TKC മുഹമ്മദ് അലി ഹാജി, ജനറൽ കൺവീനർ ARM മുഹമ്മദ് ഷഹീദ്, പ്രോഗ്രാം കോർഡിനേറ്റർ KMC താജുദ്ദീൻ, DCC പ്രസിഡന്റ് PK ഫൈസൽ, വെള്ളരിക്കുണ്ട് പോലീസ് ഇൻസ്പെക്ടർ TP മുകുന്ദൻ, MTP ബുഷ്ര, MV അബ്ദുൾ റഹ്മാൻ ഹാജി, പ്രൊഫസർ PC അഷ്റഫ്, ഡോക്ടർ TK മുഹമ്മദ് അലി, റിഷാദ് ഓരിമുക്ക്, ഹംസൻ പയ്യങ്കി, AGC ബഷീർ, KV അസീസ് ഹാജി, PKC മഹമ്മൂദ് ഹാജി, KV അമ്പാടി, U കുഞ്ഞുട്ടി ഹാജി, TP മുത്തലീബ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. സഹകരണ മേഖലയിലെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണനത്തിനു വേണ്ടി 2025 ഏപ്രിൽ 21 മുതൽ 30 വരെ തിരുവനന്തപുരം കനകക്കുന്ന് വെച്ച് കേരള സർക്കാർ സഹകരണ വകുപ്പ് നടത്തുന്ന സഹകരണ എക്സ്പോ 2025ന്റെ പ്രചരണാർത്ഥം ഹോസ്ദുർഗ് താലൂക്ക് തലത്തിൽ വിളംബര ഘോഷയാത്ര നടത്തി. നോർത്ത് കോട്ടച്ചേരി പരിസരത്ത് നിന്ന് ആരംഭിച്ച വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പുതിയ കോട്ട ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് വിളംബര ജാഥ സമാപിച്ചു. സഹകരണ മേഖലയിലെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണനത്തിനു വേണ്ടി 2025 ഏപ്രിൽ 21 മുതൽ 30 വരെ തിരുവനന്തപുരം കനകക്കുന്ന് വെച്ച് കേരള സർക്കാർ സഹകരണ വകുപ്പ് നടത്തുന്ന സഹകരണ എക്സ്പോ 2025ന്റെ പ്രചരണാർത്ഥം ഹോസ്ദുർഗ് താലൂക്ക് തലത്തിൽ വിളംബര ഘോഷയാത്ര നടത്തി. നോർത്ത് കോട്ടച്ചേരി പരിസരത്ത് നിന്ന് ആരംഭിച്ച് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പുതിയ കോട്ട ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് വിളംബര ജാഥ സമാപിച്ചു. പരിപാടിക്ക് ഹോസ്ദുർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ലോഹിതാക്ഷൻ P നേതൃത്വം നൽകി. പരിപാടിയിൽ ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയമ്മൽ, ചിത്താരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പവിത്രൻ മാസ്റ്റർ, ചെറുവത്തൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് V കൃഷ്ണൻ മാസ്റ്റർ, നീലേശ്വരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KV രാജേന്ദ്രൻ, അജാനൂർ അർബൻ സഹകരണ സംഘം പ്രസിഡന്റ് V കമാരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ അടിസ്ഥാനത്തിൽ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ ലൈബ്രറി കൗൺസിൽ അംഗീകാരമുള്ള 12 ഗ്രന്ഥാലയങ്ങൾക്കും 28 സർക്കാർ വിദ്യാലയങ്ങളിലെ ഗ്രന്ഥാലയങ്ങൾക്കും 10,000 രൂപ വീതം വരുന്ന പുസ്തകങ്ങൾ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3ാം എഡിഷനോടനുബന്ധിച്ച് MLA-മാരുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും മണ്ഡലത്തിലെ ലൈബ്രറികൾക്ക് പുസ്തകങ്ങൾ നൽകുന്നതിന് സർക്കാർ അനുമതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ ലൈബ്രറി കൗൺസിൽ അംഗീകാരമുള്ള 12 ഗ്രന്ഥാലയങ്ങൾക്കും 28 സർക്കാർ വിദ്യാലയങ്ങളിലെ ഗ്രന്ഥാലയങ്ങൾക്കും 10,000 രൂപ വീതം വരുന്ന പുസ്തകങ്ങൾ വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ ഹാളിലാണ് ചടങ്ങ് നടന്നത്. ചടങ്ങിൽ മണ്ഡലത്തിലെ ജനപ്രതിനിധികൾ, ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ TV മധുസൂദനൻ, ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ നിയമസഭ അന്താരാഷ്ട്ര
പുസ്തകോത്സവം നടത്തുകയാണ് കഴിഞ്ഞ 2-3 വർഷം. ആദ്യഘട്ടത്തിൽ നമ്മളും അത് നമ്മുടെ ഏതാനും സ്ഥാപനങ്ങൾക്ക്, ലൈബ്രറികൾക്ക് ഉൾപ്പെടെ അത് കൊടുക്കാൻ ശ്രമം നടത്തി. അവർ തന്നെ പോയി വാങ്ങണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ടായ കുറച്ച് ബുദ്ധിമുട്ടുകൾ. അതുകൊണ്ട് അത് അനുവദിക്കാമെന്ന് തീരുമാനിച്ച ആളുകൾക്ക് പോലും പോയി വാങ്ങാൻ കഴിയില്ല. അന്താരാഷ്ട്ര പുസ്തകോത്സവം 1ാം എഡിഷന്റെ ഭാഗമായി 12 ഗ്രന്ഥാലയങ്ങൾക്ക് 20,000 രൂപ വീതം വില വരുന്ന പുസ്തകങ്ങളും 2ാം എഡിഷന്റെ ഭാഗമായി 27 ഗ്രന്ഥാലയങ്ങൾക്കും 13 സർക്കാർ വിദ്യാലയങ്ങൾക്കും 10,000 രൂപ വീതം വരുന്ന പുസ്തകങ്ങളും കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശിവസേന കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർധന കുടുംബങ്ങൾക്ക് വിഷുക്കിറ്റ് വിതരണം ചെയ്തു. വിഷുക്കിറ്റിന്റെ ഉദ്ഘാടനം പ്രശസ്ത ശില്പി പ്രദൻ നീലേശ്വരം ഉദ്ഘാടനം ചെയ്തു. ശിവസേന കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർധന കുടുംബങ്ങൾക്ക് വിഷുക്കിറ്റ് വിതരണം ചെയ്തു. വിഷുക്കിറ്റിന്റെ ഉദ്ഘാടനം പ്രശസ്ത ശില്പി പ്രദൻ നീലേശ്വരം ഉദ്ഘാടനം ചെയ്തു. വിഷു ആയാലും ഓണമായാലും പാവപ്പെട്ടവരെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന അരിയും സാധനങ്ങളും മറ്റു എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ശിവസേന ഇങ്ങനൊരു പ്രവർത്തനം ഇനിയും മുന്നോട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും. ജില്ലാ പ്രസിഡന്റ് KP ജയരാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ മേഖലാ കോർഡിനേറ്റർ C അനീഷ്, KP മുരളീധരൻ, രവീന്ദ്രൻ തട്ടാച്ചേരി, വിജേഷ് തൃക്കരിപ്പൂർ, TP കാർത്തിക് രാജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണേശ്വരം കോതോളംകര ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്രവിളക്ക് മഹോത്സവം നടന്നു. ഉത്തര മലബാറിലെ ചരിത്ര പ്രസിദ്ധവും അതിപുരാതനവുമായ ദേവീക്ഷേത്രങ്ങളിലൊന്നായ രാവണേശ്വരം കോതോളംകര ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന്റെ ഭാഗമായുള്ള ഉത്രവിളക്ക് മഹോത്സവം വിവിധ പരിപാടികളോടെയാണ് നടന്നത്. എല്ലാ ദേവീക്ഷേത്രങ്ങളിലും പൂരം നാളിൽ പൂരമഹോത്സവം നടക്കാറാണ് പതിവ്. ഇതിൽ നിന്നും വിഭിന്നമായി കോതോളംകര ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പൂരദിവസം കഴിഞ്ഞ ഉത്രം നാളിലാണ് ഉത്രവിളക്ക് മഹോത്സവം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പൂരക്കളി നടന്നു. തുടർന്ന് അന്നദാനവും എഴുന്നള്ളത്തും തേങ്ങയേറും അരങ്ങ് പറിക്കൽ നവകം പൂജ എന്നീ പരിപാടികളും നടന്നു. ഉത്സവാഘോഷ പരിപാടികൾ ദർശിക്കുവാനായി നൂറുകണക്കിന് ആളുകളാണ് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാംനഗർ റെസിഡൻഷ്യൽ അസോസിയേഷന് ഗ്രന്ഥാലയം ഒരുങ്ങി. പുസ്തകനിധി പദ്ധതിക്ക് തുടക്കമായി. ജീവിത സായാഹ്നത്തെ വായനാ സമ്പുഷ്ടമാക്കാൻ ഗ്രന്ഥശാല ഒരുക്കി മാവുങ്കാലിലെ രാംനഗർ റെസിഡൻസ് അസോസിയേഷൻ. റെസിഡൻസ് അസോസിയേഷനിലെ 70 വീട്ടുകാർ ഒരുമിച്ച് ചേർന്നാണ് ഗ്രന്ഥാലയ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. 1.5 വർഷത്തെ പ്രയത്നം കൊണ്ട് രാംനഗറിൽ ഗ്രന്ഥശാല കെട്ടിടവും ഒരുങ്ങി. റെസിഡൻസ് അസോസിയേഷനിലെ അംഗങ്ങൾ സ്വരൂപിച്ച തുക ഉപയോഗിച്ചാണ് കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ചത്. ഗ്രന്ഥശാലയിലേക്ക് പുസ്തകങ്ങൾ സമാഹരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ലഹരി വിപത്തിനെതിരെ വായന എന്ന സന്ദേശവുമായി അസോസിയേഷൻ അംഗങ്ങൾ വീടുകൾ കയറി പുസ്തക ശേഖരണവും നടത്തുന്നുണ്ട്. നിട്ടൂർ ഗോപാലൻ പ്രസിഡന്റും C ചിണ്ടൻകുട്ടി സെക്രട്ടറിയും രാജൻ മീങ്ങോത്ത് ഖജാൻജിയുമായ കമ്മിറ്റിയാണ് നഗർ റെസിഡൻസ് അസോസിയേഷന് നേതൃത്വമേകുന്നത്. മികച്ച വനിതാവേദിയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഗ്രന്ഥാലയത്തിൽ പുസ്തകനിധിക്ക് തുടക്കമായി. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രഭാകരൻ കരിച്ചേരി പുസ്തകനിധി ഉദ്ഘാടനം ചെയ്തു. 70 വീടുകളെ കേന്ദ്രീകരിച്ച് ഈ ചെറിയ കാലം കൊണ്ട് ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചു. ആസ്ഥാന മന്ദിരത്തിന് വേണ്ട പ്രാഥമികമായി വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനും നമുക്ക് സാധിച്ചു. അപ്പോൾ അതിൻ്റെ 2ാമത്തെ ഘട്ടം എന്ന നിലയിലാണ് വായനശാല എന്ന് പറയുന്ന ഒരാശയം നിട്ടൂർ ഗോപാലൻ പുസ്തകനിധിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി. ഗ്രന്ഥാലയ കമ്മിറ്റി ഭാരവാഹികൾ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. 27 വൈകിട്ട് 4 മണിക്ക് കഥാകൃത്ത് സന്തോഷ് ഏച്ചിക്കാനമാണ് റെസിഡൻസ് അസോസിയേഷന് കീഴിലെ ഗ്രന്ഥശാല ഉദ്ഘാടനം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി നാടും നഗരവും. പുത്തനുടുപ്പുകളും കണിവസ്തുക്കളും വാങ്ങാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു മലയാളികൾ. വഴിയോര വിപണിയും സജീവമാകുന്നു. കാഞ്ഞങ്ങാട് നഗരം
വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. വിഷു അടുത്തെത്തിയതോടെ വിഷുവിപണി ഏറെ സജീവമായി. വേനൽ മഴയുണ്ടെങ്കിലും ഇത്തവണത്തെ വിഷുവിനെ വലിയ പ്രതീക്ഷയോടെയാണ് വ്യാപാരി സമൂഹം കാണുന്നത്. കണി കാണാനൊരുക്കുന്ന സാധനങ്ങൾ മുതൽ വസ്ത്രങ്ങൾ വരെയുള്ള വിപുലമായ ശേഖരമാണ് ഓരോ കടകളിലും നിറഞ്ഞു നിൽക്കുന്നത്. വഴിയോര കച്ചവടവും കാഞ്ഞങ്ങാട് നഗരത്തിൽ സജീവമാണ്. വിഷുവിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ നാടും നഗരവും വിഷുത്തിരക്കിൽ അമരുകയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരം ഓട്ടോ ഡ്രൈവറുടെ കൊലപാതകം, പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. കഴുത്തിനും തലയുടെ പിൻഭാഗത്തും ആഴത്തിലുള്ള വെട്ടേറ്റതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊലപാതകത്തെക്കുറിച്ച് കർണാടക പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ 58ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. ഫോർട്ട് വിഹാർ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടന്നത്. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ, മണപ്പുറം ഫൗണ്ടേഷൻ എന്നിവയുടെ സാമ്പത്തിക സഹകരണത്തോടെ കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തീകരിച്ച സ്നേഹഭവനം ഉദ്ഘാടനം നടന്നു. പാചകവാതക വില വർധനവ് NCPS അടുപ്പുകൂട്ടി പ്രതിഷേധ സമരം നടത്തി. NCPS സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നടത്തിയ സമരം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾക്കുള്ള പുരസ്കാര വിതരണം നടന്നു. ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം നേടിയ ആവണി ആവൂസിനെ അനുമോദിച്ചു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുഴലിക്കാറ്റ് പ്രതിരോധ തയ്യാറെടുപ്പുകളുടെ ഭാഗമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. മോക്ക് ഡ്രിൽ ആണെന്നറിയാതെ കൊട്ടോടിയിലെത്തിയവർ ആദ്യം ഒന്ന് ഭയന്നു. വിഷു വിപണിയിൽ മികച്ച കളക്ഷൻസുമായി ശോഭിക വെഡിങ്സ് കാഞ്ഞങ്ങാട്. വിഷു തിരക്കിലമർന്ന് ശോഭിക. വസ്ത്രങ്ങൾ എടുക്കാൻ എത്തുന്നവരെ ചായയും പലഹാരവുമായി വരവേൽക്കുകയാണ് ശോഭിക. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.